ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കിച്ചൺ കൗണ്ടർ ടോപ്പിന്റെ ഓർഗനൈസേഷൻ ഐഡിയാസും അതേപോലെ തന്നെ നമ്മളുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഓർഗനൈസ് ചെയ്യുമ്പോഴത്തേക്കിനും ശ്രദ്ധിക്കാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെയാണ്. ഓരോ കിച്ചണും ഓരോ ഡിസൈൻ ആയിരിക്കും അല്ലേ. ചില കിച്ചൺ എന്ന് പറയുന്നത് നല്ല വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും, ചിലതിൽ ഒരുപാട് ക്യാബിനറ്റ്സ് കാണും, ചിലതിൽ വളരെ കുറച്ച് ക്യാബിനറ്റ്സ് മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു കൗണ്ടർ ടോപ്പിൽ ഒരുപാട് സാധനങ്ങളൊന്നും വെച്ച് നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ക്ലട്ടേർഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. നമ്മളുടെ കൗണ്ടർ ടോപ്പ് ക്ലിയർ ആയിട്ടും ക്ലട്ടർ ഫ്രീ ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ കൗണ്ടർ ടോപ്പ് വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് ഫില്ലായിട്ടിരിക്കുന്നത് പോലെ തോന്നും. ഒരുപാട് പാത്രങ്ങളും അതേപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വന്നിട്ട് നല്ല ക്ലട്ടേർഡ് ആയിട്ടുണ്ടാവും. അപ്പം അതിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ച് അതിൻ്റെ പൊസിഷനിലേക്ക് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കൗണ്ടർ ടോപ്പിൽ ഏറ്റവും കുറച്ച് മാത്രം സാധനങ്ങൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം എന്നുള്ളതാണ്. മിനിമം സാധനങ്ങൾ മാത്രം വെക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കിനും കുറച്ചൊക്കെ ആഡായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് തന്നെ വെച്ചിട്ടുള്ളത് വളരെ കുറച്ച് അത്യാവശ്യമുള്ള എപ്പോഴും എടുക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവൻ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ അവൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് എപ്പോഴും എടുക്കുന്ന മെഡിസിൻസോ അല്ലെങ്കിൽ ഡെയിലി എടുക്കുന്ന ഇപ്പം മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സോ അങ്ങനത്തെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് മുകളിൽ വെച്ചേക്കുന്നത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എനിക്കിവിടെ കൗണ്ടർ ടോപ്പിൽ ഒട്ടും തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്പൂണും അതേപോലെ തന്നെ വലിയ തവിയൊക്കെ ഉണ്ടാവത്തില്ലേ, അപ്പം അതൊക്കെയും വെച്ചിട്ടുണ്ട്. അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന നമ്പർ ഓഫ് അപ്ലയൻസസ് കുറയ്ക്കുക എന്നുള്ളതാണ്. മെയിൻലി നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന എന്തായിരിക്കും, മിക്സി ഉണ്ടാവും, അതേപോലെ തന്നെ കെറ്റിൽ ഉണ്ടാവും, പിന്നെ നമ്മളിപ്പം ജ്യൂസറൊക്കെ ഉണ്ടെങ്കിൽ അതുണ്ടാവും, പിന്നെ അവൻ ഉണ്ടാവും. ഇതെല്ലാം കൂടെ ആവുമ്പോൾ തന്നെ നമ്മളുടെ കൗണ്ടർ ടോപ്പ് അങ്ങ് ഫുള്ളാവും. അപ്പോൾ പറ്റുന്ന അത്രയും ഈ നമ്മൾ എപ്പോഴും മുകളിൽ വെക്കുന്ന ആ ഒരു അപ്ലയൻസസിൻ്റെ നമ്പർ കുറയ്ക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടും. അതിപ്പം ചെറിയ കിച്ചൺ ആണെങ്കിലും അങ്ങനെയാണ്. നമുക്കിപ്പോൾ ഈ മൈക്രോവേവ് അവനൊന്നും എടുത്തിട്ട് എപ്പോഴും കബോർഡിനുള്ളിലേക്ക് വെക്കാൻ പറ്റത്തില്ല, അത് പോസിബിൾ അല്ല. അപ്പം അതെന്തായാലും കൗണ്ടർ ടോപ്പിൽ വെക്കേണ്ടതായിട്ട് വരും. ഇപ്പം എനിക്കിവിടെ സ്പേസ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ മുകളിൽ എടുത്ത് വെച്ചത്. പക്ഷേ എങ്കിൽ അകത്തേക്ക് വെക്കാൻ പറ്റുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിക്സി വെക്കാം, അതേപോലെ തന്നെ ഇപ്പം ജ്യൂസർ ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നേരത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസം കൂടുമ്പം ഒരു പ്രാവശ്യമല്ലേ ഉപയോഗിക്കത്തുള്ളൂ. ആ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ഇത് കൗണ്ടർ ടോപ്പിൽ വെക്കണം എന്നില്ലല്ലോ. അപ്പം അതിനകത്ത് വെക്കാം, അതേപോലെ തന്നെ മിക്സിയും ഉള്ളിൽ വെക്കാം. നമ്മളുടെ കിച്ചൺ സിങ്കിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഹാൻഡ് വാഷ് ലിക്വിഡ് അല്ലെങ്കിൽ ഹാൻഡ് വാഷിന് വേണ്ടിയിട്ടുള്ള സോപ്പ് വെക്കാം. അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് ഇപ്പം ഫിഷോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്തതിന് ശേഷം കൈ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വാഷ്റൂമിലേക്ക് പോവേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഇത് നമ്മളുടെ കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു വേസ്റ്റ് ബിൻ വെക്കാം. ഇപ്പം അതല്ലാതെ ഒരു വേസ്റ്റ് ബിൻ നമുക്ക് കാണും, ഇപ്പം എന്തെങ്കിലുമൊക്കെ കിച്ചണിൽ വരുന്ന ഐറ്റംസോ പേപ്പർ കവർ അങ്ങനത്തേക്ക് ഇടാനായിട്ട് അത് കുറച്ച് വലുതായിരിക്കും. അത് മിക്കവാറും ഫ്ലോറിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഈ സിങ്കിൻ്റെ അടുത്ത് വെക്കുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എന്തെങ്കിലുമൊക്കെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് അടുത്ത താഴെ ഇരിക്കുന്ന ആ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് പോകുമ്പം ഇതിങ്ങനെ അവിടെയൊക്കെ വീഴാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതേസമയം സിങ്കിൻ്റെ തൊട്ടടുത്ത് വെക്കുവാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചെറിയ വേസ്റ്റ് ബിന്നിലേക്ക് ഇടാം. അപ്പോൾ അതിൽ ഫുഡ് പാർട്ടിക്കിൾസ് മാത്രമേ കാണത്തുള്ളൂ. റെഗുലർലി നമുക്കതിനെ എടുത്ത് മാറ്റാനും പറ്റും. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പം ആദ്യമൊന്നും ചിലപ്പോൾ ഒന്നും കാണത്തില്ല കൗണ്ടർ ടോപ്പിൽ. പക്ഷേങ്കിൽ 3-4 ദിവസങ്ങളാകുമ്പം പല സാധനങ്ങൾ പല സ്ഥലങ്ങളിൽ വന്ന് ഇതിങ്ങനെ കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പം ഒന്നെങ്കിൽ വീക്കെൻഡ് ആകുമ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ സാധനങ്ങളാണ് അഡീഷണലി വന്നിട്ടുള്ളത് എന്നുള്ളത്. പലപ്പോഴും ഇപ്പോൾ കൗണ്ടർ ടോപ്പിലേക്കായിരിക്കും നമ്മളിപ്പം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് പോലും ആദ്യം കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ചിലപ്പോൾ അത് അവിടേക്ക് ഇരിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് വീക്കെൻഡിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പഴയതുപോലെ തന്നെ സാധനങ്ങളിനെയൊക്കെ എടുത്ത് അതിൻ്റെ സ്ഥലത്ത് വെച്ചിട്ട് കുറച്ചൊരു ഫ്രീ സ്പേസ് ആക്കിയെടുക്കാനായിട്ട് പറ്റും. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾക്കൊരു സ്മോൾ കിച്ചണൊക്കെയാണ് ഉള്ളതെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമായിട്ട് കൗണ്ടർ ടോപ്പിൽ വെക്കണം എന്നുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല. നമുക്കിപ്പം എല്ലാം എടുത്ത് കബോർഡിനുള്ളിൽ വെക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ
വേർട്ടിക്കലായിട്ട് സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഓർഗനൈസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാവുമ്പോഴത്തേക്കിനും ഒരുപാട് സ്പേസ് എടുക്കാതെ കുറച്ച് സ്പേസിൽ കൂടുതൽ സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാം. അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കിച്ചൺ ചെറുതാണെങ്കിൽ കിച്ചണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസ് കുറയ്ക്കുക. ഇപ്പം ഇഷ്ടമാണ് നമുക്ക് ഡെക്കർ ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട്, പക്ഷേങ്കിൽ കുഞ്ഞ് കിച്ചണിൽ ഡെക്കർ ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലട്ടേർഡ് ആയിട്ടുണ്ടാവും. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള, അതായത് നമ്മളുടെ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന സ്പേസ് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഴ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾക്കല്ലേ അറിയത്തുള്ളൂ നമുക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത്. അപ്പം ഇതേപോലെ ഇവിടെ ഒരു കോർണറിൽ വെക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിപ്പം ഞാൻ ഇവിടെ കിച്ചണിൽ ഉപയോഗിക്കുന്നില്ല, കാരണം ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ മുൻപ് ഉണ്ടായിരുന്ന കിച്ചണിൽ ഇതേപോലെ ഒരു ചെറിയൊരു കോർണർ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അതിലായിരുന്നു മെയിനായിട്ട് അനിയനും അതേപോലെ തന്നെ പൊട്ടാറ്റോസും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, ഗാർലിക്കും ചെറിയ ഉള്ളിയൊക്കെ. ഇതേപോലെയുള്ള നമ്മൾക്ക് ആവശ്യമുള്ള നമ്മളുടെ ആവശ്യത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള ഓർഗനൈസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾക്ക് സ്പേസ് സേവ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളുടെ കൗണ്ടർ ടോപ്പ് കുറച്ച് ക്ലട്ടർ ഫ്രീ ആയിട്ട് വെക്കാനും സഹായിക്കും. അപ്പം അവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കോർണറിൽ വെച്ചിട്ട് അത് അവിടെ അങ്ങ് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലിപ്പ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കിച്ചൺ കൗണ്ടർ ടോപ്പ് ഓർഗനൈസേഷൻ ഐഡിയാസും പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ ചില ടിപ്സ് ആൻഡ് ട്രിക്സുമായിരുന്നു. ഇതിൽ കുറേയൊക്കെ നിങ്ങളിൽ പലരും ഫോളോ ചെയ്യുന്നതായിരിക്കും, എങ്കിലും ഒരു ചെറിയ റിമൈൻഡർ പോലെ എടുത്താലും മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. ഞാൻ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.